ഹായ് ഓൾ, ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നല്ല ടയേർഡിൽ വന്നിരിക്കണം കേട്ടോ. ഞാൻ വിശന്ന് പൊരിഞ്ഞിട്ട് വന്നപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ കറിയൊന്നുമില്ല, ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിലാണ് ഇന്ന് ക്ലാസ്സിലേക്ക് വെള്ളം കൊണ്ടുപോയത്. അപ്പോൾ ചെറിയ ബോട്ടിലായതുകൊണ്ട് നമുക്ക് അവിടെ വെള്ളം ഉണ്ടല്ലോ, ഫിൽറ്റർ വെള്ളം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നിറച്ചിങ്ങനെ കുടിക്കലാണ് കേട്ടോ. അപ്പോൾ ഈ പുതിയ ബോട്ടിൽ വാങ്ങിച്ചാൽ അതിൽ തന്നെ ഒരു വെള്ളം കൂടി സ്ഥിരം പതിവാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായി വന്നപ്പോൾ നമ്മുടെ പറമാത്ത ഒരു കൂടെ വെള്ളം എടുത്തിട്ട് വരുമോ ചോദിച്ചു. പറമാക്ക് ഇഷ്ടമില്ലാത്തൊരു പോക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടു. അപ്പോൾ ഇതാ തുണികളൊക്കെ ഒന്ന് അയലിൽ നിന്ന് എടുക്കാനും പിന്നെ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനും ഒക്കെയാണ് കേട്ടോ തീരുമാനങ്ങൾ. അപ്പോൾ തുണികളൊക്കെ എടുത്ത ശേഷം നമുക്കൊന്ന് മിറ്റടിച്ച് പോരണം. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ചെറുതായിട്ടുള്ള പണികളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്ന പണികൾ. അപ്പോൾ പിന്നെയും വെള്ളം കുടിക്കണം കേട്ടോ ഞാൻ. ഇപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിച്ച കാരണം ഒന്നാമത്തെ ചൂടും അല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണത് നല്ലതാണല്ലോ. അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അങ്ങനെ മിറ്റടിച്ച് വരാൻ നിന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ ഇനി മാറ്റണം. അപ്പോൾ ഒന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മിറ്റൊക്കെ അടിച്ചിട്ട് വൈകുന്നേരം നമ്മുടെ ഷിഫ്നാൻ്റെ വീട്ടിൽ പോയിരിക്കും കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഡെയിലി വൈകുന്നേരം പോയാൽ പിന്നെ ഒരു 7 മണി 8 മണി ആകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ഇവിടുത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് കേട്ടോ പോവാറ്. അപ്പോൾ വേഗം ഒന്ന് മിറ്റടിച്ച് പോരണം. തുണികളൊന്നും ഇടക്കാൻ നിൽക്കണില്ല. ഇതൊന്ന് അടിച്ച് കോരി ലൈറ്റൊക്കെ ഇട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു കോരിയിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ അങ്ങനെ അടിച്ചു കോരിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ പരമാനത്ത് പറയാം, പരമാക്ക് സ്ഥിരമായിട്ട് അവിടെ പോയിരിക്കണം. അത് ഇപ്പോൾ അവളുടെ ഒരു ഹോബി ആയിരിക്കണം കേട്ടോ. ഞാൻ അടുത്തത് 8ാം ക്ലാസ് അല്ലേ, വെക്കേഷൻ അല്ലേ, അവിടെ പോയി കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശരി എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അവളിങ്ങനെ ഞാൻ ട്രോള് ആണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ പച്ചുമതാ റെഡിയായി നിൽക്കുന്നുണ്ട് മക്കളെ. അങ്ങനെ ഞങ്ങൾ പോവാണ്. എവിടേക്കാ ഇത് കൂട്ടുകാരിയാണ് കേട്ടോ.